ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ ബസ് സ്റ്റാൻഡുകൾ എല്ലാം തന്നെ വിമാനത്താവളത്തിൻ്റെ അതേ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പ്രസ്താവന നടത്തിയത് സ്വാഗതാർഹമാണ്. അതിനോടൊപ്പം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ട്രാൻസ്പോർട്ടിനെ കൊണ്ടുപോകുന്നതിലൊക്കെ ശ്രമം നടത്തിക്കൊണ്ടുവരുന്നു. അത് വിജയിച്ചു വരുന്നു. പൊതുജനങ്ങളും അതിനോടൊപ്പം സഹകരിക്കുന്നു. പക്ഷേ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തെക്ക് നെയ്യാറ്റിൻകര തൊട്ട് നമ്മൾ ബസ് സ്റ്റാൻഡുകളിലെ ടോയ്ലറ്റുകൾ പരിശോധിച്ചാൽ ഒരൊറ്റ ടോയ്ലറ്റ് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയല്ല. ഞാനിടയ്ക്ക് നെയ്യാറ്റിൻകര പോയി ആ ടോയ്ലറ്റിൽ കയറി. അവിടെ ഇരുന്ന് ഒരാളിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞത് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ടോയ്ലറ്റില്ലേ, പക്ഷേ അതിനകത്ത് കയറാനോ എല്ലാം പൈസ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടോയ്ലറ്റുകളല്ല. ഇനി അതിനേക്കാൾ ഏറ്റവും ദയനീയമാണ് അടൂര് സിഗരറ്റും ബീഡിയും കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഈ ടോയ്ലറ്റിൻ്റെ ഭാഗം. അവിടെ ഇരിക്കുന്ന പൈസ പിരിക്കാനിരിക്കുന്ന ആൾ ഇഷ്ടാനുസരണം ബീഡിയും സിഗരറ്റും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിൽപ്പന നടത്തുകയാണ് ജോലി. അതും വാങ്ങിക്കൊണ്ട് അതിനകത്തോട്ട് കയറി പുകച്ച് 8-10 എണ്ണം വലിച്ചതിന് ശേഷം ഇറങ്ങുന്ന പൊതുജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു അനുവദനീയമല്ല. പ്രത്യേകിച്ചും അടൂർ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം രാത്രിയൊക്കെ ഒരു 6-7-7:30 മണിക്ക് ശേഷം അവിടെ സ്ത്രീകൾക്ക് പോലും സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല. കുറേ മദ്യപാന്മാരുടെ സ്ഥിരം ശല്യം നിമിത്തം അതിനൊരു നിബന്ധനകളൊന്നുമില്ല, അതിന് നടപടിക്രമവുമില്ല. ബസ്സുകൾ 8 മണിക്ക് ശേഷം സ്റ്റാൻഡിനകത്തോട്ട് ഇറങ്ങുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ അടിയന്തരമായിട്ട് ടോയ്ലറ്റുകൾ കർക്കശമായ നിലപാടെടുക്കാൻ മന്ത്രികൾ ശ്രദ്ധിക്കണം. നിർബന്ധമായും ഈ പുകവലി കർക്കശമായിട്ട് നിരോധിക്കണം. അതേപോലെ ഈ ബീഡിയും അവിടെ ഇരിക്കുന്നവർ ബീഡിയും സിഗരറ്റും വാങ്ങിച്ച് വിൽപ്പന നടത്തുന്നത് നിരോധിക്കണം. ഈ ബസ് സ്റ്റാൻഡുകൾ കുറേ കൂടി ശുചിത്വം പാലിക്കാനുള്ള നടപടി തന്നെ ചെയ്യണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഓക്കെ.